ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ഏറ്റ കനത്ത തോൽവി അവരുടെ മുൻനിര നേതാക്കന്മാരെ മുഴുവൻ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. അതായത് നമ്മുടെ കപ്പിത്താൻ മുതൽ ഇങ്ങോട്ട് പല പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയും നേരെയാണ് പലരുടെയും ശരം ചെന്ന് വീഴുന്നത്. അതിന് അമരക്കാരനായി നിന്നത് പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയനെയും MV ഗോവിന്ദനെയും അതുപോലെ നീണ്ടു നിവർന്നു കിടക്കുന്ന ജയരാജന്മാരെയും ഒക്കെയാണ് ചോദ്യമുനയിൽ നിർത്തിയത്. താഴെ തട്ടിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾ ഉയർന്നുവെങ്കിലും ഇവരൊക്കെ തന്നെ യാതൊരു കുലുക്കവുമില്ലാതെ അവരവരുടെ സ്ഥാനങ്ങളിൽ തന്നെ സുരക്ഷിതമായി ഇരിക്കുകയും താത്വിക അവലോകനം നടത്തുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. MV ഗോവിന്ദൻ പറയുന്നത് എന്താണെന്ന് MV ഗോവിന്ദന് തന്നെ അറിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിരിക്കുന്നു. EP ജയരാജനും MV ജയരാജനും ഈ പല തോൽവിയെപ്പോലും ഒക്കെ ന്യായീകരിച്ചും ഒക്കെ അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ P ജയരാജൻ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തനായി നിൽക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും എന്ന്. ഇങ്ങനെ മുൻനിര നേതാക്കന്മാരിപ്പോൾ ഒരുതരം നിശബ്ദതയിലേക്ക് മാറിയിരിക്കുകയാണ്. പിണറായി വിജയൻ ചില പൊതുയോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിലും വലിയ ആവേശത്തോടു കൂടിയുള്ള വർത്തമാനമൊന്നും ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. അനാരോഗ്യവും ഒരു ഭാഗത്തുണ്ട്. അതിനോടൊപ്പം തന്നെ തോറ്റ് തുന്നം പാടിയതിൻ്റെ നാണക്കേടും നിൽക്കുന്നുണ്ട്. ഇനിയും ഒരു ന്യായവും മുമ്പോട്ട് വയ്ക്കാൻ സാധിക്കില്ല. ആ ന്യായങ്ങളെ ഒക്കെ തന്നെ താഴെ തട്ടിലുള്ള അണികൾ പ്രവർത്തകർ തിരികെ ചോദിക്കും എന്ന് കൃത്യമായി പിണറായി വിജയൻ അറിയാം. അതുകൊണ്ട് ഇപ്പോൾ ആരാണ് തലപൊക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അടുത്ത നിരയിലുള്ള കുറേ പേരുണ്ട്. ഗ്രഹണ സമയത്ത് ഏത് ഞാഞ്ഞൂലും തലപൊക്കുമെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ വരുന്ന നിരയാണ് ഈ 2 രാജ്യസഭാ MPമാരായിട്ടുള്ള ജോൺ ബ്രിട്ടാസും മറ്റൊന്ന് AI റഹീം. എന്തിനും ഏതിനെക്കുറിച്ചും ഗംഭീരമായി തങ്ങൾക്ക് അറിയാം, സംസാരിക്കാൻ കഴിയും എന്നാണ് ഈ 2 പേരുടെയും ധാരണ. പക്ഷെ ഇവർ തൊടുന്നതെല്ലാം തന്നെ വലിയ അബദ്ധത്തിലേക്കാണ് ചെന്ന് ചാടുന്നത്. ഇതിൽ ജോൺ ബ്രിട്ടാസ് നമുക്കറിയാം വീണാൽ അത് വിദ്യയാക്കുന്നവനാണ്. കാരണം അത്തരത്തിലുള്ള വാഗ്വൈഭവം ഉണ്ട്, വാഗ്ധോരണി കയ്യിലുണ്ട്. മാധ്യമപ്രവർത്തകനായി നന്നായി തിളങ്ങി. അങ്ങനെ വാചകത്തിനോ വാക്കുകൾക്കോ ഒന്നും തന്നെ ഒരു ക്ഷാമവുമില്ലാത്ത രീതിയിൽ അതിനെ അതിഗംഭീരമായിട്ട് അതിമനോഹരമായിട്ട് അവതരിപ്പിച്ചു കൊണ്ടുപോകും. മറ്റൊരാളുള്ളത് AI റഹീം. AI റഹീം പറയുന്നത് എന്താണെന്ന് തനിക്കോ പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാതെ വളവള വർത്തമാനം പറയുന്ന ഒരാൾ മാത്രമായി തീർന്നിരിക്കുകയാണ്. എന്തിനും ഏതിനും ചാടി അങ്ങ് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പ്രളയ സമയത്ത്, അതായത് പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, കണ്ണൂർ, കോഴിക്കോട് എന്നീ ഭാഗങ്ങളിൽ അതിശക്തമായിട്ടുള്ള കാറ്റും മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായി പലയിടങ്ങളിലും നാശനഷ്ടം ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ വലിയ ശരക്കോലുകൾ എയ്യാനാണ് AI റഹീമിന് വലിയ ബിരുദ്. കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടതാണ്, അങ്ങ് ഡൽഹിയെ വിറപ്പിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. രാജ്യസഭാ MP സ്ഥാനം പിണറായി വിജയൻ താലത്തിൽ വെച്ച് കൊടുത്ത അവസരത്തിൽ തന്നെ ഉടനെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇനി എൻ്റെ തട്ടകമെന്ന് പറയുന്നത് ഡൽഹിയാണ്. ഡൽഹിയിലെത്തി നരേന്ദ്രമോദിയെ ഞാൻ വിറപ്പിക്കും, ഭരണകൂട ഭീകരതയെ ഞാൻ ചോദ്യം ചെയ്യും, ഫാസിസത്തിനെ ഞാൻ ചോദ്യം ചെയ്യും, ഇതിനെതിരെ ഞാൻ പോരാടും, നരേന്ദ്രമോദിയെ താഴെ ഇറക്കിയിട്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരികയുള്ളൂ എന്നൊക്കെയുള്ള വലിയ വായിലുള്ള വിടുവായുത്തമാണ് ഈ AI റഹീം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടങ്ങിയപ്പോൾ മുതൽ തന്നെ അതായിരുന്നു. അങ്ങനെ കത്തിക്കയറി നമ്മൾ പാർലമെന്റിൽ വരെ കണ്ടതാണ് ഈ പൊട്ടത്തരം നിറഞ്ഞ ഇംഗ്ലീഷ് പറയുന്ന ഒരു MPയെ ആദ്യമായിട്ടാണ് രാജ്യസഭയിൽ നമ്മൾ കണ്ടത്. അതും യാതൊരു ഉളുപ്പുമില്ലാതെ തെറ്റുകൾ പറയാൻ
ഇവിടെ തിരുവനന്തപുരത്തെ രാഷ്ട്രീയക്കാർക്കെല്ലാം തന്നെ ഒരു നിയമബിരുദം കൊടുക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടല്ലോ. അവിടുന്ന് ഇവരൊക്കെ പോയി നിയമബിരുദവും എടുത്തുകൊണ്ടുവന്ന് ഇവരെന്തിൻ്റെയും ഒരു വലിയ അപ്രമാദിത്വമുള്ള ആൾക്കാരാണ് എന്ന് നടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാചകത്തിന് കോപ്പിടുന്നത് എന്നുള്ളതാണ്. അക്കൂട്ടത്തിൽ ഒരു പ്രധാനിയാണ് എ റഹീം. നമ്മൾ ഒരു സമയത്ത് കണ്ടതാണ് ചിന്തോ ജെറോം. ചിന്തോ ജെറോം ഇതുപോലായിരുന്നു. പറയുന്നത് എന്താണെന്ന് തനിക്ക് അറിഞ്ഞുകൂടാ. കേരള സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ഡോക്ടർ ചിന്തോ ജെറോം. ഞാൻ ആലോചിക്കുകയാണ്, ഈ സർവകലാശാലയിൽ അഴീക്കോട് മാഷ് ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അഴീക്കോട് മാഷിന് ഈ സർവകലാശാലയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഡീലിറ്റ് ബിരുദവും വല്ലതും നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ചിന്തോ ജെറോമിന് കൊടുത്ത ഡോക്ടറേറ്റിൽ പ്രതിഷേധിച്ച് അഴീക്കോട് മാഷ് തിരിച്ചു കൊണ്ടു കൊടുക്കുമായിരുന്നു. അതൊന്നും അവരൊന്നും ഈ കാലത്ത് ഇല്ലാതായി പോയല്ലോ എന്ന് നമ്മൾ ഓർക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത്തരത്തിലുള്ളവരൊക്കെ വളരാനുള്ള ഇടമായിട്ട് CPM ഇത്തരത്തിലുള്ളവരെയാണ് ഈ പന പോലെ വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇപ്പൊ ചിന്തോ ജെറോമിന്റെ യാതൊരു അനക്കവും ഇല്ലല്ലോ. അതുപോലെ ആയിരുന്നല്ലോ മറ്റൊന്ന് തിരുവനന്തപുരത്തിന്റെ മാനം കളഞ്ഞ ആര്യ രാജേന്ദ്രൻ. അപ്പൊ ഇങ്ങനെ നിരവധി പേരുണ്ട്. ബ്രിട്ടാസും എ റഹീമും ആര്യ രാജേന്ദ്രനും ചിന്തോ ജെറോമും പിന്നെ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയോടും ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനോടും പരാജയപ്പെട്ട ജെയ്സി തോമസ് എന്ന് പറയുന്ന ഒരു വലിയ ചാവേറുണ്ട്. ഈ ചാവേർ ഇവരെല്ലാം തന്നെ പറയുന്ന വിടുവായുധത്തിന് യാതൊരു കണക്കുമില്ലെന്നുള്ളതാണ്. എന്താണ് പറയുന്നതെന്ന് തങ്ങൾക്കോ കേട്ടുനിന്നവർക്കോ മനസ്സിലാകില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ എ റഹീം ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശനെതിരെയാണ് വാളോങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. അദ്ദേഹം പൊന്നാനിയില് ഒരു വിരുന്നിൽ പങ്കെടുത്തതിന് അരിശം കൊണ്ട് നിൽക്കുകയാണ്. DYFIക്കാരുള്ളത് കൊണ്ടാണ് റാന്നിയിലെയും പത്തനംതിട്ടയിലെയും കോട്ടയത്തെയും ഒക്കെ വെള്ളത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ കഴിഞ്ഞതെന്നാണ് DYFIയുടെ ഈ ആഗോള നേതാവായിട്ടുള്ള മൂപ്പിലാൻ പറയുന്നത്. മൂപ്പിലാനായിട്ടും ഈ DYFIയുടെ ഈ അമരക്കാരുടെ സ്ഥാനത്ത് നിന്ന് മാറിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. DYFI എന്ന് പറഞ്ഞാൽ യൂത്തിന്റെ സംഘടനയാണ്. താൻ ഇപ്പോഴും യൂത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത്. വിടുവായുത്തം പറയുമ്പോൾ അഹങ്കാരത്തോടു കൂടിയാണ് പറയുന്നത്. താനാണ് എല്ലാത്തിൻ്റെയും അട്ടിപ്പേറെന്നാണ് ഈ എ റഹീമിൻ്റെയും ഈ ആരുടെ ബ്രിട്ടാസിൻ്റെയും ഭാവം. ബ്രിട്ടാസിന് പാർലമെന്റില് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു MP കണക്കിന് കൊടുത്തല്ലോ. ആദ്യമായിട്ട് പാർലമെന്റിൽ തള്ളയ്ക്ക് വിളി കേൾക്കുന്ന ഒരാളാണ് ഈ ജോൺ ബ്രിട്ടാസ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. എ റഹീമിനും ഇതുപോലെ ഇനി എവിടുന്നെങ്കിലും ഒക്കെ കിട്ടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. പണ്ട് തന്നെ രാജ്യസഭാ സ്പീക്കർ വേഷം കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് പോലും യാതൊരു ഉളുപ്പുമില്ലാതെ അപാരമായ തൊലിക്കട്ടിയോടുകൂടി നിൽക്കുന്ന ആളാണ് എ റഹീം. DYFIക്കാർ എന്ത് ചുക്കാണ് ഇവിടെ ചെയ്യുന്നത്? എന്നിട്ട് വലിയ ആവേശത്തോടുകൂടി ഡൽഹിയിലെ നീറ്റ് സമരത്തിന് CJP നടത്തിയ അതിലെ പിന്തുണയുമായിട്ട് എത്തുന്നു. അവരുടെ ആവശ്യം കേന്ദ്രം അംഗീകരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നു. ഉടനെ ഇവിടെ CPM ഇതിനകത്ത് നിർണായക പങ്ക് വഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞെളിഞ്ഞു നടക്കുന്ന ഈ പുങ്കവനെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നാട് കടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ആശാ വർക്കർമാർ ഇവിടെ സമരം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഈ എ റഹീമും ജോൺ ബ്രിട്ടാസും ഒക്കെ എവിടെ പോയി? ഇതിനെ ചോദ്യം ചെയ്ത ഒരു ഇടത് സഹയാത്രികനായിരുന്നല്ലോ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ. ആ പ്രേംകുമാറിനെ നിങ്ങൾ ചവിട്ടി പുറത്താക്കിയില്ലേ അക്കാദമിയുടെ സ്ഥാനത്ത് നിന്നും? റഹീമെ ചോദിച്ചുകൊള്ളട്ടെ, നിങ്ങൾ ഈ ആശാ സമരം നടക്കുമ്പോൾ എവിടെയായിരുന്നു? CI2കാർ ഇതിനെ നന്നായിട്ട് ഒതുക്കിയില്ലേ? എളമരം കരീമും ഈ എ റഹീമിനെ പോലുള്ളവരൊക്കെയാണ് നമ്മുടെ നാടിന് വലിയൊരു വിപത്തായി തീർന്നിരിക്കുകയാണ്. ഇവിടെ ആശാസമരം നടക്കുമ്പോൾ അതിനെതിരെ മുഖം തിരിച്ചു നിന്നിട്ട് ഇപ്പൊ ഡൽഹിയിൽ പോയി കിടന്ന് വലിയ ആളാകുന്നു. ഇവിടെ പ്രളയമുണ്ടാകുന്ന സമയത്ത് അത് മുതലാക്കാൻ ഭരണമില്ലാതായി പോയതിൽ അരിശം പൂണ്ടിട്ട് VD സതീശനെതിരെ തിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന താങ്കൾക്ക് എന്ത് ധാർമ്മികമായിട്ടുള്ള എന്ത് ബോധമാണുള്ളത്? അതായത് പാർലമെന്റിൽ നേരെ ചൊവ്വേ ഒരു ബില്ല് പോലും അവതരിപ്പിക്കാൻ കഴിയാത്ത ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഈ തിരിച്ചു വിളിക്കുകയാണ്. എന്തായാലും ബ്രിട്ടാസും എ റഹീമും ഒക്കെ അവസാനത്തെ CPMന്റെ MP-മാരായി മാറുന്നു എന്നുള്ളതാണ്. അതിലുമൊക്കെ അരിശം പൂണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള വിടുവായുത്വവുമായിട്ട് നടക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.